നാദാപുരത്തെ തോൽവിയിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവിൽ രൂക്ഷ വിമർശനം. ബിനോയ് വിശ്വം തന്നിഷ്ടപ്രകാരം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. സിപിഎം വികാരം ജില്ലാ സെക്രട്ടറി നേരിട്ടറിയിച്ചിട്ടും ബിനോയ് വിശ്വം തള്ളിക്കളഞ്ഞു. തോൽവിയുടെ ഉത്തരവാദിത്തം ബിനോയ് വിശ്വവും സത്യൻ മൊകേരിയും ഏറ്റെടുക്കണമെന്നും ജില്ലാ എക്സിക്യൂട്ടീവിൽ ആവശ്യം. ഇന്ന് ചേരുന്ന ജില്ലാ കൌൺസിൽ യോഗത്തിലും തോൽവി ചർച്ചയാകും. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, നാദാപുരത്തെ സംബന്ധിച്ചിടത്തോളം നേതൃത്വം തന്നിഷ്ടപ്രകാരം സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ് തോൽവിക്ക് കാരണമായത് എന്നാണോ ജില്ലാ ഘടകത്തിന്റെ വിശദീകരണം, അല്ലെങ്കിൽ അത്തരമൊരു കാര്യങ്ങളാണോ അവർ പറഞ്ഞു വരുന്നത്? അതേ ജിൽസി, ഇന്നലെ ചേർന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഈ വിമർശനം വീണ്ടും ആവർത്തിച്ചത്. നേരത്തെ നാദാപുരം മണ്ഡല കമ്മിറ്റിയിലും സമാന വിമർശനം തന്നെയാണ് ഉണ്ടായിരുന്നത്. സംസ്ഥാന നേതൃത്വത്തിന്റെ, അതായത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നിഷ്ടപ്രകാരം സ്ഥാനാർത്ഥിയെ ഇറക്കിയത് തന്നെയാണ് ഇത്ര വലിയ പരാജയത്തിന് നാദാപുരത്ത് ഇടയാക്കിയത് എന്നുള്ള വിമർശനം തന്നെയാണ് ഇപ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവിലും ഉയർന്നിരിക്കുന്നത്. സിപിഐയിൽ തെരഞ്ഞെടുപ്പ് ഫലം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള ജില്ലാ നേതൃയോഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയായിരുന്നു കോഴിക്കോട് ജില്ലാ എക്സിക്യൂട്ടീവ്, ഇന്ന് കോഴിക്കോട് ജില്ലാ കൗൺസിൽ യോഗവും ചേരുന്നുണ്ട്. ഈ രീതിയിലുള്ള വിമർശനങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും നാദാപുരത്ത് നമുക്കറിയാം, ആകെ ഈ മണ്ഡല രൂപീകരണത്തിന് ശേഷം 1960കളിൽ ഒരു പരാജയം ഉണ്ടാതൊഴിച്ചാൽ പിന്നീട് സിപിഐയുടെ കൂടെ കട്ടക്ക് നിന്ന ഒരു മണ്ഡലമാണ്. സിപിഐ സ്ഥാനാർത്ഥികൾ നിരന്തരം ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. സാധാരണഗതിയിൽ സംസ്ഥാനത്ത് എതിരാണ് തെരഞ്ഞെടുപ്പ് ഫലമെങ്കിൽ കൂടി LDF സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു മണ്ഡലമാണ് നാദാപുരം. അവിടെയാണ് ഇത്തരത്തിലൊരു തോൽവി, കനത്ത തോൽവി തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ച എന്ന് തന്നെയാണ് ജില്ലാ എക്സിക്യൂട്ടീവും വിലയിരുത്തുന്നത്. കാരണം സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ ഒരു തന്നിഷ്ടപ്രകാരം തീരുമാനമെടുത്തു. അതിന്റെ തുടർച്ച, അതിന്റെ പ്രതികരണമാണ് അല്ലെങ്കിൽ പ്രതിഫലനമാണ് നാദാപുരത്ത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ജില്ലാ എക്സിക്യൂട്ടീവും വിലയിരുത്തുന്നത്. ഇക്കാര്യം, അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തരുതെന്ന് CPM നേതൃത്വം കൃത്യമായി അറിയിച്ചിട്ടുണ്ടായിരുന്നു. P. മോഹനൻ എന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ തന്നെ കണ്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും തന്നെ മുഖവിലക്കെടുക്കുകയോ CPMന്റെ വികാരം പോലും കണക്കിലെടുക്കാനോ സംസ്ഥാന നേതൃത്വം തയ്യാറാവാതെ ഒരു സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ ഫലമാണ് ഇപ്പോൾ നാദാപുരത്ത് ഒരു കനത്ത തോൽവിയിലേക്ക് തന്നെ LDFനെ എത്തിച്ചത്, അല്ലെങ്കിൽ CPI എത്തിച്ചത്. അത്തരത്തിൽ തന്നെയാണ് CPIയുടെ വിലയിരുത്തൽ പോകുന്നത്. ഇന്ന് ജില്ലാ കൗൺസിൽ യോഗം ചേരുമ്പോഴും ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിഗണനയ്ക്ക് വരും. തോൽവി തന്നെയായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. സംസ്ഥാന നേതൃത്വത്തിന് സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊകേരിയും ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നുള്ളതാണ് ജില്ലയിലെ ജില്ലാ എക്സിക്യൂട്ടീവ് ആയാലും നാദാപുരം മണ്ഡല കമ്മിറ്റി ആയാലും അതോടൊപ്പം തന്നെ മറ്റു ഘടകങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അക്കാര്യത്തിന്റെ തുടർച്ച തന്നെയായിരിക്കും ഇന്ന് ചേരുന്ന ജില്ലാ കൗൺസിൽ യോഗത്തിലും ഉണ്ടാവുക എന്നുള്ളതാണ് ജിൽസി മനസ്സിലാക്കുന്നത്. അപ്പോൾ ജില്ലാ കൗൺസിൽ പറയുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ തന്നിഷ്ടപ്രകാരമുള്ള സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കൽ അടക്കം വലിയ തോൽവിക്ക് കാരണമായി തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇന്നിപ്പോൾ ചേരുന്ന ജില്ലാ കൗൺസിൽ യോഗത്തിലും തോൽവി അടക്കമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും പ്രധാനമായും ചർച്ചയിലേക്ക് വരിക. സലാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.